അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലൂടെയാണ്. ഈ റജബ് മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു മാസമാണ് നമ്മുടെ ഈ റജബ് മാസം എന്ന് പറയുന്നത്. ഈ റജബ് അറബി മാസം വളരെയധികം പവിത്രമാക്കപ്പെട്ടതാണ്. അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രക്കും പവിത്രമേറിയതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറുന്നതിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ റജബ് മാസത്തിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഈ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ നമ്മൾ മുൻനിർത്തിയിട്ട് നമ്മൾ ഓതിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് തരുക തന്നെ ചെയ്യും. നമ്മൾ റജബിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. റജബിൻ്റെ ആദ്യ 10 ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ടൊക്കെ പറഞ്ഞു. എല്ലാവരും അത് ദിവസവും ചൊല്ലുന്നുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സൂറത്തിനെ പതിവാക്കുന്നവർ സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടല്ലാതെ അവൻ മരിക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഉദ്ദേശം ആഗ്രഹങ്ങളൊക്കെ നിറവേറണം, ഉദ്ദേശം പൂർത്തിയാകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു ഉദ്ദേശം വെച്ചിട്ട് ഈ സൂറത്ത് ഓതിയാൽ ആ ഉദ്ദേശം നമുക്ക് പൂവണിയുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ഈ സൂറത്തിനെ ഓതുകയാണെങ്കിൽ നമ്മുടെ ആ ആവശ്യം നിറവേറും എന്നതാണ്. നമ്മുടെ ആ സൂറത്താണ് നമ്മുടെ പരിശുദ്ധ ഖുർആനിലുള്ള ഒരു ചെറിയ സൂറത്താണ്. എന്നാൽ വലിയ സൂറത്താണോ ചോദിച്ചാൽ വലിയ സൂറത്തല്ല, എന്നാൽ ചെറിയ സൂറത്താണോ ചോദിച്ചാൽ നന്ന ചെറിയ സൂറത്തുമല്ല. രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു മീഡിയം സൂറത്താണ് സൂറത്തു നൂഹ്. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സൂറത്താണല്ലോ സൂറത്തു നൂഹ്. ഈ സൂറത്തു നൂഹ് നമ്മൾ ഓതുമ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മുടെ ആ ആഗ്രഹം നിറവേറും. ഓതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ നല്ല വുളുവോടു കൂടി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് നല്ല നിയ്യത്തോടു കൂടി വേണം നമ്മൾ ഓരോ സൽക്കർമ്മങ്ങളും ചെയ്യാൻ. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് എപ്പോഴും വുളു ഉണ്ടായിരിക്കണം. വുളു ഉണ്ടായിരിക്കൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. വുളു എടുത്താൽ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. വുളുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൂറത്ത് നൂഹ് എന്തെങ്കിലും ഉദ്ദേശം പൂർത്തിയാകാൻ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഓതിയാൽ അത് സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കി. അത് നമുക്ക് എപ്പോഴാണെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് മഗ്‌രിബ് നിസ്കാര ശേഷവും അല്ലെങ്കിൽ സുബഹ് നിസ്കാര ശേഷവുമാണ് കേട്ടോ. നമ്മൾ ഈ ഓതുന്ന സമയത്ത് നമ്മൾ ആരോടും സംസാരിക്കാതെ വേണം ഈ സൂറത്തിനെ പൂർത്തിയാക്കേണ്ടത്.
ശേഷം ഹംദും സ്വലാത്തൊക്കെ പറഞ്ഞുകാണ്ട് നമ്മൾ നമ്മുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഏറ്റു പറയണം. നമ്മുടെ ആവശ്യം എന്താണോ ആഗ്രഹം എന്താണോ അത് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മൾ കണ്ണീരോട് കൂടി നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കഠിന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ കണ്ണീരൊക്കെ അറിയാതെ വരും. കാരണം എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുമ്പോൾ നമുക്കത് അങ്ങനെ വരും. നമ്മൾ ഒരാൾ കളിയാക്കുമോ അങ്ങനെ ആട്ടുമോ ഇങ്ങനെ ആട്ടുമോ എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ കാര്യം ഒക്കെ ശരിയാവണം. നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ദിനം പ്രതി നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഒരുപാട് പേര് കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ വിവാഹം പ്രായത്തിയ എത്രയോ പേര് എൻ്റെ അറിവിൽ തന്നെ എത്രയോ ആൺകുട്ടികളുണ്ടെന്നറിയോ, അവർക്കൊക്കെ പെണ്ണ് കിട്ടായിട്ട്. പക്ഷെ അവർക്ക് അത്ര തന്നെ അല്ലെങ്കിലും അവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ വിഷമം എത്രയാണെന്ന് എനിക്കറിയാം. കാരണം അതൊക്കെ നമ്മൾ ദിവസവും കാണുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് കടം കൊണ്ടൊക്കെ അനുഭവിക്കുന്ന കടങ്ങൾ ലോണ് ജപ്തിയൊക്കെ വന്ന് കാണ്ട് ഇടങ്ങേറായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തുമ്പോഴുള്ളൂ നമുക്ക് അവരുടെയൊക്കെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ഒരുപാട് പേര് നമുക്കറിയുന്നവരുണ്ട്. കാരണം അള്ളാഹു അവർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അല്ല എന്താ പറയുക, ഒരുപാട് മരുന്നും ഇതൊക്കെ കുടിച്ചിട്ടും ഇതുവരെയും കുട്ടികളാവാത്ത ഒരുപാട് പേര് എനിക്കറിയാം, എൻ്റെ പരിചയത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോ ദുആകളും ദിക്റുകളൊക്കെ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ നടക്കും. പക്ഷെ നമുക്ക് ഏതാണെന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രാർത്ഥനയാണ് ആരുടെ പ്രാർത്ഥനയാണ് നമ്മളിത് സ്വീകരിക്കാമെന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പൂവണിയാണ്ടോ നമ്മളിങ്ങനെ എത്തി നോക്കുമല്ലോ. യൂട്യൂബിലാണെങ്കിലും ഇനി മറ്റു ഉസ്താദുമാരോടാണെങ്കിലും നമ്മളെല്ലാവരോടും ചോദിച്ചറിയും. കാരണം നമുക്കതിൻ്റെ പ്രശ്നവും വിഷമവും നമുക്കേ പ്രയാസവും നമുക്കേ അറിയുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമുക്ക് എത്രത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിയും അത്രത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലൽ വളരെയധികം മഹത്വമുള്ള കാര്യമാണ്. ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതുപോലെ തന്നെ ഒരു സഹോദരി നമ്മളോട് ചോദിച്ചിനി, റജബ് മാസത്തിലെ എല്ലാ ദിവസവും അസറിന് ശേഷം ഇസ്തിഗ്ഫാർ പാപമോചനം ചൊല്ലണമെന്ന് കേട്ടിട്ടുണ്ട്. ഏത് ഇസ്തിഗ്ഫാറാണ് ചൊല്ലേണ്ടത്? അത് ചൊല്ലിയാലുള്ള ഗുണമെന്താണെന്ന് വിശദീകരിക്കുമോ? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് പറഞ്ഞാൽ നമ്മൾ ദിവസവും, കാരണം ഒരു പാപവും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി അടക്കം ദിവസവും ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട് അല്ലേ. അന്നോടത്ത് നമ്മൾ എത്ര പാപങ്ങൾ ഒരു ദിവസം ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടോ? ചുരുങ്ങിയതൊരു 100 വട്ടെങ്കിലും നമ്മൾ ദിവസവും പറയുന്നുണ്ടോ? ഇല്ലല്ലേ. അധികം ആൾക്കാരും ഉണ്ടാവില്ല, എന്നാൽ ചൊല്ലുന്നവരും ഉണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലൽ കാരണം നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കലാണ്. അള്ളാഹ് പുറത്ത് കൊണ്ടല്ല. നമ്മൾ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ നമ്മൾ പറയും സോറി കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കാൽമ ചൂട്ടിയാൽ പറയും സോറി. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടോ? അങ്ങനെ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോണ്ടിട്ടോ. അപ്പോൾ റജബ് മാസത്തിൽ മാത്രമല്ല നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. റജബിലും ശഅബാനിലും റമളാനിലുമുള്ള എല്ലാ ദിവസവും അസറിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, എല്ലാ ദിവസവും നമ്മൾ അസറിന് ശേഷം, കാരണം ഈ റജബ് ശഅബാനും റമളാനും എടുത്ത് പറയാൻ കാരണം നമുക്കിനി വരുന്ന മാസങ്ങളാണില്ലേ.
ഇനി ഇങ്ങനെ ചെയ്യാത്തവർ ഈ ഒരു റജബ് തന്നെ തുടങ്ങിക്കോളിയും. റജബ്, ശഅബാൻ, റമദാനിലുമുള്ള എല്ലാ ദിവസവും അത് അടുപ്പിച്ചിട്ട് പറഞ്ഞതാട്ടോ. കാരണം പുണ്യമാക്കപ്പെട്ട മാസമാണല്ലോ ഇത് മൂന്നും. അപ്പോൾ അസറിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട 2 മലക്കുകൾക്ക് അള്ളാഹു ഇങ്ങനെ വഹി നൽകും: അവൻ്റെ തെറ്റുകുറ്റങ്ങളുടെയും പാപങ്ങളുടെയും ഏടുകൾ നിങ്ങൾ കരിച്ചു കളയുക. അപ്പോൾ അത്രക്കും മഹത്വമുള്ള കാര്യമാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുകയാണല്ലോ. നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ അസറിന് ശേഷം 70 തവണയെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനൊക്കെ ദുആ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു റഹ്മാനും റഹീമും ഒക്കെയാണ്. അള്ളാഹു നമ്മുടെ എല്ലാമാണ്. നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് സൂറത്ത് നൂഹ് ഓതുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഈ സൂറത്ത് നൂഹ് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഓതിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. എൻ്റെ റബ്ബ് എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. എൻ്റെ രക്ഷിതാവ്, എന്നെ റബ്ബാണ് ഈ ലോകത്തേക്ക് നമ്മളെ പടച്ചിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ഈ ലോകത്തേക്ക് വിട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങാവുന്നതേ നമുക്ക് തരുകയുള്ളൂ. കാരണം ഒരുപാട് പേരുടെ ചിലരുടെ കമൻറ്റ് കണ്ടു, ഒരുപാട് പേർക്ക് എന്താണ് കടങ്ങളില്ലാത്തവർ ആരുമില്ല. പക്ഷെ നമ്മൾ കടങ്ങൾ അത് വീടാനേ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗ്ഗം നമുക്ക് തരാതിരിക്കില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. എനിക്ക് ഒരുപാട് കടങ്ങളുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ അതൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഓരോ നിമിഷത്തിലും കുറച്ച് അങ്ങനെ വീടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അതങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ഒരു മാർഗം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളെ ഭർത്താക്കന്മാർക്ക് പണിയൊന്നുമില്ലാതെ അങ്ങനെ ഇരിക്കണ അവസ്ഥയൊക്കെ ഉണ്ടാവും. വീട്ടിലത്തെ ചെലവും ഒക്കെ പാടെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ലൈഫ് ഒക്കെ ഒന്നിങ്ങോട്ട് ഒക്കെ എല്ലാം റാഹത്തായി കൊണ്ടുപോകണമെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പറഞ്ഞ വാക്കുകളില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞു പോകും. വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ടെന്ന് കരുതാണ്. അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക, കൂടുതലായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുക. കാരണം നമ്മൾ പാപികളാണ്, ദോഷികളാണ്, ദിനം പ്രതി ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നിസ്കാരം തന്നെ നമുക്ക് അറിയില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട്. ഇനി അടുത്ത ഓരോ സംഭവങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. കാരണം നമുക്ക് മാത്രമല്ല, നമ്മളെ ചുറ്റുള്ള ഒരുപാട് പേർക്ക് എല്ലാവരുടെ ലൈഫിലും ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നിറവേറാൻ നമ്മൾ ഓരോ മാർഗങ്ങളുണ്ടോ നോക്കി നടക്കുകയാണല്ലേ നമ്മളെല്ലാവരും. ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത്, കാരണം ഞാൻ തളരാതെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാതും ഇങ്ങനെ ഒക്കെ റാഹത്തായി നടക്കുന്നത്, റാഹത്തായി ഒക്കെ. കാരണം നമ്മൾ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അപ്പം വിചാരിച്ച കാര്യം അപ്പം നടക്കില്ല, അത് കുറച്ച് വൈകിട്ടാവും. പക്ഷെ അതിലൊന്നും നിരാശപ്പെടാതെ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിച്ചാൽ മതി. അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്ത് അമൽ ചെയ്യുകയാണെങ്കിലും നല്ല നീയത്ത് കരുതുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ പ്രവൃത്തികൾക്കും നല്ല നീയത്തുണ്ടോ എന്നാൽ ആ കാര്യം രക്ഷപ്പെട്ടു എന്നാണ്.
ആ കാര്യം ശരിയായി എന്നാണ്. നമ്മളെ നിയ്യത്ത് പോലെ ഇരിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറൽ. കാരണം നമുക്ക് നമ്മുടെ എല്ലാ കാര്യത്തിനും നിയ്യത്ത് മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലൈഫിലൊന്ന് ചെയ്തു നോക്കി, നമുക്കൊക്കെ റാഹത്തായി തീരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.